സ്ത്രീത്വത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ചക്കുളത്തുകാവിലെ നാരീപൂജ. ലോകത്ത് മറ്റെവിടെയെങ്കിലും സ്ത്രീകളെ പീഠത്തിലിരുത്തി കാൽ കഴുകി പൂജിക്കുന്ന ഒരു ആചാരമുണ്ടോ? സ്ത്രീയെ ദേവിയായി കാണുന്ന ആ പുണ്യമുഹൂർത്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എത്ര നാര്യസ്തു പൂജ്യന്തെ രമന്തെ തത്ര ദേവത. എവിടെയൊക്കെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ദേവതമാർ സന്തുഷ്ടരാകുന്നു. സ്ത്രീകൾ ലോകമാതാവായ പരാശക്തിയുടെ അവതാരങ്ങളാണ്. അവരുടെ കണ്ണുനീർ ഭൂമിയിൽ വീഴാൻ പാടില്ല. അവഹേളിക്കപ്പെടുന്ന സ്ത്രീ ത്രിലോകങ്ങൾക്കും നാശത്തിന് കാരണമായി തീരുന്നു. സ്വന്തം സന്തോഷങ്ങൾ എല്ലാം മക്കൾക്ക് വേണ്ടി ത്യജിക്കുന്ന അമ്മയായും എല്ലാ അവസ്ഥയിലും പരിപാലിക്കുന്ന ഭാര്യയായും സഹോദരിയായും മകളായും ഒക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്നത് ആ ജഗദീശ്വരി തന്നെയാണ്. ആ തിരിച്ചറിവിലാണ് ചക്കുളത്തുകാവിലമ്മയുടെ തിരുസന്നിധിയിൽ ആണ്ടുതോറും സ്ത്രീജനങ്ങളുടെ പാദം കഴുകി നാരീപൂജ എന്ന ചടങ്ങ് നടത്തുന്നത്. ഇങ്ങനെ സ്ത്രീകളുടെ പാദം കഴുകി ആദരിക്കുന്ന ഈ ചടങ്ങ് ചക്കുളത്തുകാവിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും ഉള്ളതായി അറിവില്ല. സ്ത്രീത്വത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ കാതലാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് അതിവിശേഷമായ ഒരു പൂജ നടക്കുന്ന മുഹൂർത്തം. ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷം. പൂജയുടെ ഒരു പ്രത്യേക വേളയിൽ മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകളും വെളിയിൽ ഇറങ്ങി നിൽക്കുവാൻ നിർദ്ദേശമുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീജനങ്ങളും വെളിയിലേക്ക് ഇറങ്ങി. പക്ഷേ പ്രായം ചെന്ന ഒരു സ്ത്രീ മാത്രം മതിൽക്കെട്ടിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. ക്ഷേത്ര ജീവനക്കാർ അവരോട് ദേഷ്യപ്പെടുന്നു. നിങ്ങളോട് പ്രത്യേകം പറയണമോ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോവുക. ആ അമ്മ ദയനീയമായി പറഞ്ഞു, പ്രായമുള്ളവരോട് കരുണ കാണിക്കണേ, ഞാൻ ഇവിടെ നിന്ന് പൂജ കണ്ടുകൊള്ളാം. പക്ഷേ ആ ജീവനക്കാർ അതൊന്നും സമ്മതിച്ചില്ല. ആർക്കും ഇവിടെ ഒരു പ്രത്യേകതയുമില്ല, പെട്ടെന്ന് ഇവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങുക. ആ സ്ത്രീ മനസ്സില്ലാ മനസ്സോടെ സങ്കടപ്പെട്ടുകൊണ്ട് മതിൽക്കെട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതാ പതിവില്ലാതെ ഹുങ്കാര ശബ്ദത്തോടെ കാറ്റടിക്കുവാൻ തുടങ്ങുന്നു. നിലവിളക്കിലെ ഭദ്രദീപം പെട്ടെന്നണഞ്ഞു. പൂജിച്ചു വെച്ചിരുന്ന കലശം ഇളകി ഒരു വശത്തേക്ക് ചെരിഞ്ഞു വീണു. അശുഭലക്ഷണങ്ങൾ. മുഖ്യ പൂജാരി തെല്ലൊന്നു പരിഭ്രമിച്ചു. പിന്നീട് വെളിച്ചപ്പാടിനെ വിളിച്ചു വരുത്തി. ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി. വൃദ്ധയായ ആ അമ്മയെ പുറത്തേക്ക് പറഞ്ഞയച്ചത് ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. പൂജയ്ക്ക് സാക്ഷിയായി സ്വയം എഴുന്നള്ളിയത് ആ സാക്ഷാൽ പരാശക്തി തന്നെയാണെന്നുള്ള പരമാർത്ഥം തിരിച്ചറിഞ്ഞ് മുഖ്യ പൂജാരിയും ഭാരവാഹികളും അഞ്ജലിബദ്ധരായി ദേവിയോട് മാപ്പ് അപേക്ഷിക്കുന്നു. വെളിയിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകളുടെയും പാദം കഴുകി പൂജിച്ച് അകത്ത് കയറുമ്പോൾ അതിൽ ഒരാളായി ഞാനും അകത്ത് വരാം എന്ന് ദേവി അരുളി ചെയ്തു. ജാതിമതഭേദമില്ലാതെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ശിശുവെന്നോ വൃദ്ധരെന്നോ സുമംഗലിയെന്നോ വിധവയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീയിലും കുടികൊള്ളുന്നത് ആ ജഗദമ്പ തന്നെയാണ്, ആ അമ്മയുടെ ചൈതന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ സ്ത്രീയിലും ആ ദേവീ ചൈതന്യത്തെ ദർശിച്ചുകൊണ്ട് അമ്മയോടുള്ള ആദരസൂചകമായി സ്ത്രീകളുടെ പാദം കഴുകി നാരീപൂജയായി ആചരിച്ചു വരുന്നു. നാരീപൂജ എന്ന ഈ ചടങ്ങ് ചക്കുളത്തുകാവിന്റെ മാത്രം പ്രത്യേകതയാണ്. നാരീപൂജ എന്ന തീരുമാനം കൈക്കൊണ്ട് ആയിരം സ്ത്രീകളുടെ പാദം കഴുകുമ്പോൾ ഈ ആത്മീയമായ ചടങ്ങിൽ പങ്കുകൊള്ളുന്ന ഓരോ സ്ത്രീയിലും ചക്കുളത്തമ്മയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ അമ്മയായ ആ ജഗദംബികയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.